മക്കളെ, 12th CBSE ക്ലാസ്സസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 11th നിന്ന് 12th വന്നപ്പോൾ കുറേ മാറ്റങ്ങൾ നിങ്ങൾ ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ആദ്യമായിട്ടൊരു ബോർഡ് എക്സാമിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ്, അതിൻ്റെ ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ബയോളജീൻ്റെ കേസിൽ അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മൾ ബോട്ടണിൻ്റെ കേസ് നോക്കുമ്പോൾ നമ്മൾ +1 കണ്ടതുപോലെ 11th CBSE കണ്ടതുപോലെ കുറേ ചാപ്റ്റേഴ്സ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. ആകെ 5 ചാപ്റ്റേഴ്സ് നമുക്ക് ബോട്ടണിക്കുള്ളൂ. അതിൽ ആദ്യം തന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ +1 അല്ലെങ്കിൽ 11th പഠിച്ച തന്നെ ബേസിക് ആയിട്ടുള്ള മോർഫോളജിനൊക്കെ ആ ഒരു ബേസ് കണ്ടിന്യൂ ചെയ്തിട്ട് എങ്ങനെയാണ് പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സുകൾ എങ്ങനെയാണ്, സ്ട്രക്ചർ എങ്ങനെയാണ് എന്നൊക്കെയാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനും അതുപോലെ തന്നെ തിയറി എക്സാമിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. കുറേ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ഇവിടുന്ന് വരുന്നതാണ്. ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ബയോടെക്നോളജി എന്നൊരു പുതിയ ലോകം തന്നെയാണ് അവിടെ ഉള്ളത്. 2 ചാപ്റ്റേഴ്സ് ആണ് ഈ യൂണിറ്റിലുള്ളത്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സും ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനും. ഈ അടുത്ത് വന്ന ന്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് സീരീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഡയർ വൂൾഫ്, അതായത് കാലങ്ങളോളം നൂറ്റാണ്ട് മുന്നേ നമ്മുടെ ഭൂമിയിൽ നിന്നും എക്സ്റ്റെൻഡ് ആയ ഡയർ വൂൾഫിനെ വീണ്ടും ഉണ്ടാക്കി കൊണ്ടുവന്നു ബൈ ജനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എങ്ങനെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഇങ്ങനെ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്, എങ്ങനെയാണ് ഒരു ജീനിൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്നത് എന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് ഈ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. അപ്പം വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. നമ്മുടെ ഡെയിലി ലൈഫിലേക്കാണെങ്കിലും റിസർച്ചേഴ്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ, വളരെ ക്യൂരിയോസിറ്റി നിറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇക്കോളജിയാണ്. അവിടെ നമ്മൾ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന ചാപ്റ്ററിൽ കുറേ തരത്തിൽ ഒരു പോപ്പുലേഷൻ ബേസ് ചെയ്ത് സ്റ്റഡീസും അതുപോലെ തന്നെ ഇക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. ലാസ്റ്റ് ഫൈനലി നമ്മൾ ഇക്കോസിസ്റ്റം ചാപ്റ്ററിൽ കംപ്ലീറ്റ് ഫുഡ് ചെയിൻ, അതുപോലെ തന്നെ ഫുഡ് വെബ്, എങ്ങനെയാണ് ടോപ്പിക് ലെവലിൽ എനർജി ട്രാൻസ്ഫർ ആവുന്ന കാര്യങ്ങളാണ്. കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഈസി ആയ ഒരു യൂണിറ്റാണ് ഫൈനൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ വർഷം വന്ന ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ലൈൻ ബൈ ലൈൻ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് MCQസും അതുപോലെ തന്നെ അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നത്. ഒറ്റ നോട്ടത്തിൽ ഈ ചോദ്യങ്ങൾ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇത് ക്രാക്ക് ചെയ്യണമെങ്കിൽ, ഈസി ആയിട്ട് ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടണമെങ്കിൽ NCERT വെൽ തറോ ആയിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മുടെ ഡെയിലി ലൈവ് ക്ലാസ്സസും ഓരോ ചാപ്റ്റർ അല്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ ഓരോ പാർട്ട് ലൈവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നടത്തുന്ന DPP ക്വസ്റ്റ്യൻസ്, അതുമാത്രമല്ല ഓരോ തവണ നമ്മൾ നടത്തുന്ന യൂണിറ്റ് ടെസ്റ്റുകൾ, മൊഡ്യൂൾ എക്സാംസ്, നിങ്ങളെ അതിനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും. NCERT നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ തവണ നമ്മുടെ ബാച്ചിൽ, അതായത് അഗ്നി ബാച്ചിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നമ്മൾ നടത്തി. കുട്ടികൾ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് തരുന്നത്. കാരണം അവർക്ക് ആ ചാപ്റ്റർ വെൽ തറോ ആയിട്ട് പഠിക്കാനും പറ്റി, അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് മനസ്സിലാക്കാനും എത്ര വെയിറ്റേജിന് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വഴി അവർക്ക് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇത് ആഗ്രഹിക്കുന്നുണ്ട്, ബോർഡ് എക്സാമിന് നിങ്ങളുടെ ലെവൽ നല്ല രീതിയിൽ ഉയർത്തണം, അടിപൊളിയായിട്ട് പഠിക്കണം. ബോർഡ് എക്സാം, അതായത് നമ്മുടെ വരാൻ പോകുന്ന 2026 നിങ്ങൾ എഴുതാൻ പോകുന്ന ബോർഡ് എക്സാമിന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിനുള്ള ഹാർഡ് വർക്കും പ്രിപ്പറേഷൻസും ഇപ്പോൾ തന്നെ തുടങ്ങണം. വെറും ഹാർഡ് വർക്ക് മാത്രം പോരാ, ഒരു സ്മാർട്ട് വർക്ക് തന്നെ വേണം. അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടീം തന്നെ ഇവിടെയുണ്ട്. സോ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, നമ്മൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിച്ച് ഏറ്റവും ടോപ്പ് സ്കോർ തന്നെ നമുക്ക് നേടണം. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.